അപ്പോൾ നമുക്ക് ഇന്നത്തെ നോമ്പിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ കണ്ടാലോ. ഇത് 20ാമത്തെ നോമ്പിന്റെ വീഡിയോ ആണ് കേട്ടോ. എത്ര പെട്ടെന്നല്ലേ നോമ്പൊക്കെ പോകുന്നത്. എന്നത്തെയും പോലെ തന്നെ ഞാൻ എന്റെ പരിപാടിയിലേക്ക് കിടന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് കായ്പോളയാണ്. അപ്പോൾ കായ്പോള ഉണ്ടാക്കുന്ന പരിപാടി ഇത്താത്ത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്നില്ല, കാരണം കായ്പോള ഉണ്ടാക്കാനായിട്ട് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. അതുപോലെ തന്നെ നോമ്പൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങളിൽ ഒന്നായിരിക്കും ഈ ഒരു കായ്പോള. കായ്പോള കൂടാതെ നമ്മൾ കട്ട്ലറ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഇതാ ഇവിടെ വേറൊരു പുഡിങ്ങും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ കട്ട്ലറ്റിനുള്ള മസാല ഇവിടെ റെഡി ആവുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഉരുളക്കിഴങ്ങ് വേവിക്കാനും വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നത്. അങ്ങനെ കട്ട്ലറ്റിനുള്ള മസാല റെഡി ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് കട്ട്ലറ്റിന് തികയൂല എന്ന് മനസ്സിലായത്. അപ്പൊ പിന്നെ ഇന്ന് ചട്ടിപ്പത്തിരി ആക്കാന്ന് വിചാരിച്ചു. അതിന്റെ ഇടയിൽ നൂണിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് താഴെ വന്നപ്പോൾ ഞാൻ അത് പോയി വാങ്ങിയതാണ്. അപ്പോഴത്തേനും നമ്മളുടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഇത്താത്ത ചിക്കൻ കറിയും വെക്കുന്നുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തതാ ഇതുപോലെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാ നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാനായിട്ട് പാലും ഹോർലിക്സ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു കിടിലൻ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ നോമ്പ് തുറ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.